ഇന്ദ്രപ്രസ്ഥത്തിലെ ദുര്യോധനന്റെ അപമാനത്തിനു ശേഷം അദ്ദേഹം പ്രതികാരത്തിന്റെ തീയിൽ കത്തിയുകൊണ്ട് ഹസ്തിനാപുരത്തിലേക്ക് മടങ്ങി. അദ്ദേഹത്തിന്റെ മാമനായ കപടനിപുണനായ ശകുനി പാണ്ഡവന്മാരെ നേരിട്ട് യുദ്ധമില്ലാതെ തകർക്കാനുള്ള ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നു. ഒരു ചതുരംഗം പാശകകൾ തന്റെ ചതിയിലൂടെ വിജയിക്കാൻ കഴിയുമെന്ന ഉറപ്പോടെ ശകുനി ദുര്യോധനനെ സമ്മതിപ്പിച്ചു. ദുര്യോധനൻ തന്റെ അച്ഛൻ ധൃതരാഷ്ട്രനെ യുധിഷ്ഠിരനും സഹോദരന്മാരും ഹസ്തിനാപുരത്തിലേക്ക് ചതുരംഗം കളിക്കാൻ ക്ഷണിക്കാൻ സമ്മതിപ്പിച്ചു. പാശകവേട്ടയിൽ മോശം ഫലമുണ്ടാകുമെന്ന് ബോധ്യമുണ്ടായിരുന്നുവെങ്കിലും മുതിർന്നവരെ ആദരിക്കാനുള്ള ഉത്തരവാദിത്വം കൊണ്ട് യുധിഷ്ഠിരൻ ക്ഷണം നിരസിക്കാൻ കഴിയില്ലെന്ന് കണ്ടു. പാണ്ഡവന്മാർ ഹസ്തിനാപുരം എത്തിയപ്പോൾ യുധിഷ്ഠിരൻ ചതുരംഗമേശയിൽ ഇരുന്നു ശകുനിയെ നേരിട. കളി ആദ്യത്തിൽ വളരെ നിഷ്കളങ്കമായിരുന്നു. പക്ഷേ ശകുനി കപടതയുള്ള നീക്കങ്ങൾ ഉപയോഗിച്ച് ജയം നേടാൻ തുടങ്ങി. തന്റെ ഭാഗ്യം തിരിയുമെന്ന വിശ്വാസത്തോടെ യുധിഷ്ഠിരൻ കൂടുതൽ പണം, തന്റെ രാജ്യം അടക്കമുള്ള വസ്തുതകൾ പന്തയമായി വെച്ച് ഒരു ഘട്ടത്തിൽ തന്റെ നഷ്ടങ്ങളുടെ ആഘാതത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ച യുധിഷ്ഠിരനെ ദുര്യോധനനും ശകുനിയും കളി തുടരാൻ നിർബന്ധിച്ചു. അവർ അദ്ദേഹത്തെ നിരന്തരം കളിയാക്കി അവസാനിക്കുന്നതിനു മുമ്പ് കൂടുതൽ വസ്തുക്കൾ പന്തയമിടാൻ നിർബന്ധിച്ചു. അതിന്റെ ഭാഗമായി യുധിഷ്ഠിരൻ തന്റെ ഇളയ സഹോദരനായ സഹദേവനെ പന്തയമായി വെച്ചു. തന്റെ വിജയത്തിൽ ഉറച്ചിരുന്ന ദുര്യോധനൻ സ്വന്തം സഹോദരനായ വികർണനെ പന്തയമായി വെച്ചു. ഇതോടെ പാശകയുദ്ധം കൂടുതൽ ദുഷ്കരമായി മാറി. കുടുംബാംഗങ്ങൾ പോലും പന്തയത്തിൽപ്പെടുന്ന ഘട്ടത്തിലേക്ക് എത്തി.